കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ഡീപ് സീക്ക്. ആ വേർഡ് എന്താണെന്ന് ആളുകൾക്ക് അറിയാത്ത ഒരുപാട് പേരുണ്ട്. എന്തായിരിക്കും അത്? എന്താണ് അതിൻ്റെ ഉപയോഗം? അല്ല, ഡീപ് സീക്ക് ഇപ്പോൾ ലോക സമ്പദ്ഘടനയെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോക സമ്പദ്ഘടന എന്ന് മാത്രം പറഞ്ഞ പോലെ അമേരിക്കയെ കിട്ടുകിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന് ചൈനയുടെ മാരകമായ അടി എന്ന് വേണമെങ്കിൽ പറയാം. അത് ട്രംപ് വന്നതിന് ശേഷം ജനുവരി 20-നാണല്ലോ ട്രംപ് സ്ഥാനം വെച്ചെടുത്തത്. ട്രംപ് പറഞ്ഞു 5000 കോടി ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിനുള്ള സംരംഭങ്ങൾ അമേരിക്ക ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ജനുവരി 20-ന് തന്നെ ചൈന ഡീപ് സീക്ക് R1 എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ChatGPT ഉൾപ്പെടെ ലോകത്ത് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന എല്ലാത്തിനെയും തകിടം മറിക്കുന്ന, ലോകത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഡീപ് സീക്ക് R1 ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായി ബന്ധപ്പെടുന്ന അമേരിക്ക, യൂറോപ്യൻ, മെറ്റ ഉൾപ്പെടെയുള്ള NVIDIA അടക്കമുള്ള ഈ രംഗത്തെ വമ്പൻ കമ്പനികളെല്ലാം വലിയ സാമ്പത്തിക തകർച്ചയെ നേരിടുന്നു. ഇതാണ് അതിൻ്റെ ഒരു നട്ഷല്. ശരിക്കും അമേരിക്ക ചൈന തമ്മിലുള്ള ഒരു വ്യാപാര യുദ്ധം, അതും നിർമ്മിത ബുദ്ധിയുടെ മേഖലയിലുണ്ടായി. അമേരിക്കയെ തവിടുപൊടിയാക്കി തകർത്ത് മുന്നേറുകയാണ് ചൈന ഡീപ് സീക്ക് R1 വഴി. ഇതാണ് ചുരുക്കി പറഞ്ഞാലുള്ളത്. ഈ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ സാധനം ചൈനയിൽ ലിയാങ് വെൻഫങ് എന്ന് പറയുന്നൊരു 40 വയസ്സുകാരൻ ഹോബിയായിട്ട് തുടങ്ങിയതാണ്. നിർമ്മിത ബുദ്ധിയാണ്. നിർമ്മിത ബുദ്ധി നമ്മൾ പറയുന്ന കാര്യം, നിർമ്മിത ബുദ്ധി ChatGPT എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. നമ്മൾ ChatGPT പറയാണ്, എനിക്ക് നമ്മൾ വിവരങ്ങൾ ചോദിച്ചാൽ വിവരങ്ങൾ തരും. നിങ്ങൾക്കൊരു ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിലേ നമ്മൾ പറയുന്ന ഇന്ന തരത്തിൽ തിരുവാതിര കളിക്കുന്ന മലയാളി പെൺകുട്ടി എന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അവളുടെ മുടിയിലൊരു പൂവ് വേണം, അവൾ ചന്ദനക്കുറി തൊട്ടിരിക്കണം, ഇങ്ങനെ ഓരോ ഡയറക്ഷൻസ് നമ്മൾ കൊടുത്താൽ ChatGPT എന്ത് ചെയ്യും? ചിത്രം വരച്ചു തരും. ഞാൻ ഉദാഹരണം പറഞ്ഞു, ചിത്രം വരച്ചു തരുന്ന ടൂളല്ല ChatGPT. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് കണക്ക് ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും, നമുക്ക് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നിർമ്മിത ബുദ്ധിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് പറ്റുന്ന ടൂളുകളാണ് ഈ ChatGPT ആണല്ലോ ഇപ്പോൾ നമ്പർ 1. പിന്നെ മെറ്റ ഉണ്ട്, NVIDIA ഉണ്ട്. ഇവരൊക്കെയാണ് ഈ രംഗത്തെ അധികായർ. അപ്പോൾ ഇവരെയൊക്കെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഡീപ് സീക്ക് R1 ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് NVIDIA എന്ന് പറയുന്ന പ്രശസ്തമായ ഈ രംഗത്തെ ചാമ്പ്യൻ തകർന്നടിഞ്ഞ് 600 ബില്യൺ നഷ്ടമുണ്ടായി എന്നാണ് പറയുന്നത്. അത് ലോഞ്ച് ചെയ്ത ഡേറ്റ് നോക്കൂ, ജനുവരി 20. ട്രംപ് അധികാരത്തിലേറിയ അതേ ദിവസം തന്നെ ഡീപ് സീക്ക് R1 എന്ന് പറയുന്ന ആപ്പ് ലോഞ്ച് ചെയ്തു. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നമ്പർ 1, അമേരിക്കയിൽ ഉൾപ്പെടെ നമ്പർ 1 ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീപ് സീക്ക് R1 ആണ്. മൊബൈൽ ഉൾപ്പെടെ നമുക്ക് സ്വീകരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. പിന്നെ എല്ലാവർക്കും, അതായത് ഈ ChatGPT, Cloud AI തുടങ്ങിയിട്ടുള്ള നിലവിലുള്ള എല്ലാ നിർമ്മിത ബുദ്ധി ആപ്പുകൾക്കും ഏറ്റവും വലിയ എതിരാളിയായിട്ട് ചൈനയിലെ ഒരാൾ തുടങ്ങിയ ഈ സംരംഭം കയറി വന്നിരിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എന്തുകൊണ്ട് ഇത്ര ട്രെൻഡി ആവുന്നു എന്ന് ചോദിച്ചാൽ, ഇത് 2 മാസം കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിനു വേണ്ടി വർക്ക് ചെയ്തിരിക്കുന്ന 150 പേരാണ്. ഡീപ് സീക്ക് R1 വേണ്ടി വർക്ക് ചെയ്തിരിക്കുന്ന 150 പേർ 2 മാസം കൊണ്ട്. അതിൻ്റെ ചിലവ് $6 ബില്യൺ മാത്രമാണ് ചിലവെന്നാണ് ഇപ്പോൾ പറയുന്നത്, ഡീപ് സീക്ക് R1 ചിലവ്. അതേസമയം OpenAI, അല്ലേ, ChatGPT പോലെ OpenAI ഈ AI രംഗത്തെ അധികായരാണ്. US കമ്പനിയാണ്, US ബന്ധമുള്ള കമ്പനിയാണ്. അവർ 4000 പേര് സ്റ്റാഫുണ്ട്. ഡീപ് സീക്കിന് 150 പേരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനായിട്ട് 150 പേര് 6 മാസം കൊണ്ടുണ്ടാക്കിയ ഡീപ് സീക്ക് നമ്പർ 1 നിൽക്കുമ്പോൾ OpenAIക്ക് 4000 പേരാണ് അത് പ്രവർത്തിപ്പിക്കാനുള്ളത്. അപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പം മാത്രമല്ല, ChatGPT അല്ലെങ്കിൽ OpenAI ഇതൊക്കെ സൗജന്യമല്ല, പൈസ കൊടുക്കണം. ഡീപ് സീക്ക് സൗജന്യമാണെന്ന് മാത്രമല്ല, അതിനകത്ത് പറയുന്നത്, അതായത് ഓപ്പൺ സോഴ്സ് ആണ്, ലൈസൻസിങ് ആവശ്യമില്ല. അതുകൊണ്ട് ലോകത്തുള്ള കമ്പനികൾക്ക് ഇവർക്ക് സ്വന്തമായി ലൈസൻസിങ് നിയന്ത്രണങ്ങളില്ലാതെ ഉപയോഗിക്കാൻ കഴിയും. ChatGPT, Cloud AI തുടങ്ങിയവ നമ്മൾ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ പറയുന്നത് ഔട്ട്പുട്ട് ടോക്കണ്
$2.19 മാത്രമേ ചിലവ് വരത്തുള്ളൂ. അതേസമയം ചാറ്റ് GPT-ക്ക് $10 വരും. ചാറ്റ് GPT ഔട്ട്പുട്ട് ടോക്കണ് $10 ഈടാക്കുമ്പോൾ ചൈനയുടെ ഈ ആപ്പ് ഈടാക്കുന്ന 2.19 മാത്രമാണ്. അതായത് 1/5 മാത്രം. അതുതന്നെ ഇതിൻ്റെ കൂടുതൽ ആകർഷകമാണ്. പിന്നെ ലൈസൻസ് ഇല്ല, ഓപ്പണാണ്, ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ പണം മുടക്കി മാത്രം ഉപയോഗിക്കാവുന്ന ഈ AI ടൂളുകളെല്ലാം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് DeepSeek R1 കുതിച്ച് കയറുകയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതുമൂലം ഈ സമ്പദ്ഘടനയിലുണ്ടായ ഒരു തകർച്ചയുടെ കണക്ക് പോരുന്നുണ്ട്. NVIDIA കോർപ്പറേഷൻ, അതിൻ്റെ സഹസ്ഥാപകരായ ജെൻസൺ ഹുവാങ്, അദ്ദേഹത്തിൻ്റെ മറ്റ് AI കമ്പനികൾക്ക് ഉണ്ടായ നഷ്ടം, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് 20-ാം തീയതിക്ക് ശേഷം, ഇന്നിപ്പോൾ എത്ര ഡേറ്റ്, 29, ഈ 9 ദിവസത്തിനുള്ളിൽ ഉണ്ടായ നഷ്ടം $108 ബില്യൺ. 108 മില്യൺ അല്ല, $108 ബില്യൺ നഷ്ടമുണ്ടായി. ഏത് വന്നപ്പോൾ? DeepSeek R1 വന്നപ്പോൾ. അതായത് NVIDIAയുടെ സഹസ്ഥാപകനായ ജെൻസൺ ഹുവേങ്ങിന് മാത്രം $20.1 ബില്യൺ നഷ്ടമുണ്ടായി. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതെങ്ങനെയാണ് ഈ സമ്പദ്ഘടനയെ അല്ലെങ്കിൽ മാർക്കറ്റിനെ ബാധിച്ചിരിക്കുന്നതിൻ്റെ കണക്ക് ഞാൻ സമാഹരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ഹൈലി ടെക്നിക്കലാണ്. എന്നാൽ പോലും എങ്ങനെയാണ് അമേരിക്കൻ സംരംഭങ്ങളെ, യൂറോപ്യൻ സംരംഭങ്ങളെ, ചൈനയിലെ ഒരു ചെറുപ്പക്കാരൻ ഹോബിയായി തുടങ്ങിയ DeepSeekനെ അതിൻ്റെ പുതിയ വെർഷൻ R1 ഉണ്ടാക്കിക്കൊണ്ട് ചൈന സപ്പോർട്ട് ചെയ്ത് അതിനെ ഉപയോഗിച്ച് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ മേഖലയിലുള്ള ഇതേ രംഗത്ത് നിൽക്കുന്ന സംരംഭകരെ എങ്ങനെ തകർത്തു എന്നതിൻ്റെ കണക്കാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് പുതിയ മോഡൽസ് വന്നതോടുകൂടി OpenAI, മെറ്റ, ചാറ്റ് GPT-ക്ക് വൻ ഭീഷണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. നഷ്ടമുണ്ടായ ഹുവാങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മാത്രം $20.1 ബില്യൺ നഷ്ടമുണ്ടായി. അദ്ദേഹം ഉൾപ്പെടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന 500 പേരും അതിസമ്പന്നരാണ്. അവർക്കുണ്ടായിരിക്കുന്ന $108 ബില്യൺ നഷ്ടമാണ്. അതിൻ്റെ ഒരു സ്പ്ലിറ്റ് വായിക്കാം. ഓറക്കിൾ അറിയാമല്ലോ. ഓറക്കിളിൻ്റെ സഹസ്ഥാപകനായ ലാറി എല്ലിസണിന് $22.6 ബില്യൺ നഷ്ടമുണ്ടായി. ഇതൊക്കെ ബില്യൺ ഡോളറാണ്. ഡെല്ലിൻ്റെ സ്ഥാപകൻ മൈക്കൽ ഡെല്ലിന് $13 ബില്യൺ നഷ്ടമുണ്ടായി. ബിനാൻസ് ഹോൾഡിംഗ് സഹസ്ഥാപകനായ ചാങ് പെങ് ഷാവോയ്ക്ക് $12.1 ബില്യൺ നഷ്ടമുണ്ടായി. ടെക് കമ്പനികളുടെ US സൂചിക കാണിക്കുന്ന നാസ്ഡോക്കിന് 3.1% തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നു. അതായത് അമേരിക്കയ്ക്ക് ഇപ്പോൾ ചിപ്പ് മേഖലയിൽ ഒരു മേൽക്കൈയുണ്ട്. ഈ മേൽക്കൈ തകർക്കും DeepSeek എന്നാണ് പറയുന്നത്. NVIDIAയുടെ ഓഹരിയിൽ 17% കുറവ് വന്നു എന്നാണ് കണക്കുകൾ. അപ്പോൾ US-ൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൊതു കമ്പനിയുടെ മൂല്യം ഒറ്റ ദിവസവും ഏറ്റവും വലിയ തകർച്ച ഉണ്ടാവുന്നത്. അതായത് $593 ബില്യൺ തകർച്ച ഒരു കമ്പനിക്ക് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമുണ്ടായി. NVIDIAയുടെ നഷ്ടമാണ് പറയുന്നത്. 17% അതിൻ്റെ ഓഹരി വില കുറഞ്ഞിട്ട് $593 ബില്യൺ നഷ്ടം ഒറ്റ ദിവസം ഉണ്ടായി. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു പബ്ലിക് സെക്ടർ എന്ന് പറയാവുന്ന പോലെയുള്ള ഒരു കമ്പനിക്ക് ഇത്രയും വലിയ തകർച്ച ഉണ്ടായിട്ടില്ല. ഇനി മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ഡെൽ ടെക്നോളജീസ് ഇവരെല്ലാം തിരിച്ചടി നേരിട്ടു. സെമി കണ്ടക്ടർ ഭീമനായ ബ്രോഡ്കോം എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടെ ഷെയറിൻ്റെ വില 17.4% ഇടിഞ്ഞു. അപ്പോൾ ഈ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും, പ്രത്യേകിച്ച് AI ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ റിയാലിറ്റി, വർട്ടീവ് ഹോൾഡിങ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം വലിയ തകർച്ചയിലാണെന്നാണ് ഇംഗ്ലീഷ് സാമ്പത്തിക ദിനപത്രങ്ങളും ആർട്ടിക്കിൾസും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മാത്രമല്ല, അമേരിക്കയെ മാത്രമല്ല, ജപ്പാനെ ബാധിച്ചു. ജപ്പാൻ കമ്പനികളായ അഡ്വാൻസ് ടെസ്റ്റ്, സോഫ്റ്റ് ബാങ്ക്, ടോക്കിയോ ഇലക്ട്രോൺ, യൂറോപ്പിലെ ASML തുടങ്ങിയവയൊക്കെ കനത്ത നഷ്ടത്തെ നേരിട്ടു. ഏറ്റവും വലിയ AI പദ്ധതി, ട്രംപ് 5000 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ ഈ ആക്രമണം വന്നിരിക്കുന്നത്. ചൈന അപ്പോൾ അമേരിക്കയോട് യുദ്ധം പ്രഖ്യാപിച്ചു. ചൈന ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പുതിയ സാങ്കേതിക വിദ്യയാണ് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ രംഗത്തും സർജറി, ശസ്ത്രക്രിയ,
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനുസരിച്ച് ചെയ്യുന്നുണ്ട്. സാറ്റലൈറ്റിൻ്റെ കാര്യത്തിൽ, ആയുധങ്ങളുടെ കാര്യത്തിൽ, എന്തിന് യുദ്ധത്തിൽ പോലും നിർമ്മിത ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുന്ന റോബോട്ടുകളും നമ്മുടെ ഇന്ത്യയിലെ നമ്മൾ മ്യൂളിനെ ഉപയോഗിക്കുന്നു പറഞ്ഞില്ലേ, നമ്മൾ ഇന്ത്യൻ സൈന്യം പോലും മ്യൂൾസിനെ ഉപയോഗിക്കുന്നു, അതായത് റോബോട്ട് കോവർ കഴുതുകൾ അല്ലേ, നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രംഗത്തേക്ക് ലോകം ഇനി അതാണ് ഏറ്റവും സാധ്യതയുള്ള ഏറ്റവും വലിയ സ്കോപ്പുള്ള ഇൻഡസ്ട്രി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ചൈന അത് കരുതിയിട്ട് ട്രംപ് അധികാരമേറ്റോടനെ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ AI സംരംഭം അമേരിക്ക തുടങ്ങാൻ പോവാണ്, 5000 കോടി അതിന് മുടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇലോൺ മസ്കും ഒക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ആരെ ഏൽപ്പിക്കും എന്നത് സംബന്ധിച്ചുള്ള തർക്കമൊക്കെ ആയിട്ട് ട്രംപിൻ്റെ നിഴൽ പോലെ നിൽക്കുന്ന മസ്കിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ഏൽപ്പിക്കാൻ പോകുന്നവർക്ക് അതിന് പണമില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് മസ്ക് വന്നു. ഇങ്ങനെ കുറേ വിവാദങ്ങളുണ്ടായി നിൽക്കുമ്പോഴാണ് അപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ ചില തർക്കങ്ങളും ട്രംപുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയ്ക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഒരു സൂചന പോലും ഇല്ലായിരുന്നു ചൈന ഈ രംഗത്തേക്ക് വരികയാണ്, അവർ തയ്യാറെടുക്കുകയായിരുന്നു എന്നുള്ളത്. അവരത് ലോഞ്ച് ചെയ്യാനെടുത്ത ഡേറ്റാണ് ഏറ്റവും ശ്രദ്ധേയം, ജനുവരി 20. അത് ട്രംപ് അധികാരത്തിലേറ്റ ആ ദിവസം തന്നെ ഇത് ലോഞ്ച് ചെയ്തു. അന്ന് തന്നെ ട്രംപ് പറഞ്ഞു, ഞാൻ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് $5000 കോടി ഇൻവെസ്റ്റ് ചെയ്ത് AI-യുടെ രംഗത്തേക്ക് അമേരിക്ക ലോക ചാമ്പ്യനാവാൻ പോകുന്നു എന്ന് അമേരിക്ക പ്രഖ്യാപിച്ച അന്ന് തന്നെ ആ രംഗത്ത് നിലവിലുള്ള യൂറോപ്പിലെ, ജപ്പാനിലെ, അമേരിക്കയിലെ എല്ലാ കമ്പനികളെയും ബീറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് ചൈന ലോഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ സംശയം, അമേരിക്ക ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് ചൈനയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. അതാ ഒരു ക്ലോസ് വാച്ച് ചെയ്യുന്ന ഒരു രാജ്യമാണെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഫോണിലും DeepSeek ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ChatGPT ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന് പണം കൊടുക്കണമായിരുന്നു. അതിനെ അപേക്ഷിച്ച് ഏതാണ്ട് സൗജന്യം എന്ന് പറയാവുന്ന തരത്തിലേക്ക് അതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് DeepSeek വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അമേരിക്ക ചൈന വാർ ആരംഭിച്ചു കഴിഞ്ഞു. അത് ആയുധം കൊണ്ടല്ല, മനുഷ്യന്മാർ തമ്മിലുമല്ല, നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടം. അതാണ് നമ്മളൊന്ന് ആലോചിക്കണം. ChatGPT എന്ന് പറയുന്ന ഓപ്പണായി ഓപ്പറേറ്റ് ചെയ്യാൻ 4000-ഓളം ആളുകൾ വേണം എന്ന് പറയുമ്പോൾ അത് വർഷങ്ങളെടുത്തിട്ടാണ് ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഓപ്പണായി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോഴാണ് കേവലം 6 മാസം കൊണ്ട് 150 പേരെ വെച്ച് DeepSeek അവരുടെ പുതിയ ആപ്പായ R1 ഉണ്ടാക്കിയിരിക്കുന്നത്. അതുണ്ടാക്കിയത് ആരാണെന്നുണ്ട് ആലോചിക്കണം. ചൈനയിലെ 40 വയസ്സുള്ള ലിയാങ് വെൻഫങ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 40 വയസ്സ് ചെറുപ്പക്കാരൻ എന്ന് പറയാമല്ലോ, ചെറുപ്പക്കാരൻ ഉണ്ടാക്കിയ സംരംഭത്തിനെ ചൈന സർവാത്മന സഹകരിച്ച് അമേരിക്കയെ അടിക്കാനുള്ള ഒരായുധമാക്കി മാറ്റി. അടിച്ചു എന്ന് മാത്രമല്ല, അമേരിക്കൻ കമ്പനികൾക്ക് സഹസ്ര കോടി ഡോളറുകളുടെ നഷ്ടം ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാക്കിക്കൊണ്ട് ഗൂഗിളിൽ, ആൻഡ്രോയിഡിൽ, ആപ്പിൾ പ്ലാറ്റ്ഫോമിലും നമ്പർ 1 പ്ലേ സ്റ്റോറിൽ ട്രെൻഡ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളായി ചൈന മാറിയിരിക്കുന്നത്. അമേരിക്ക അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? 5000 കോടി മുടക്കി പദ്ധതി തുടങ്ങുമെന്നുള്ള ആലോചനയാണ് അമേരിക്ക നടത്തുന്നത്. അപ്പോൾ ചൈനയുടെ കളി അത്ര ചെറിയ കളിക്കുന്നത്. ചൈന ടെക്നോളജി വാറിൽ അമേരിക്കയെ, ജപ്പാനെ, യൂറോപ്പിനെ ചൈന അടിച്ചിരിക്കുന്നു. അടി മാരകമാണ്. സമ്പദ്ഘടനയെ, സ്റ്റോക്കിനെ, ഷെയറിനെ വലിയ തോതിൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു DeepSeek R1. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.